പണിയാരല്ലേ? അതെ. ഞങ്ങളൊന്ന് സമയം നോക്കാൻ വന്നാ. വരിക. നോക്കിക്കോളൂ. 2:30 മണിയായി. പോയിക്കോളൂ. സന്തോഷം. കുഞ്ഞുങ്ങളെ കണ്ടല്ലോ, ഇപ്പോൾ സമയം 2:30 ആയിട്ടുണ്ട്. 2 ചോദ്യങ്ങളാണ്. സൂചികൾക്കിടയിലുള്ള ആംഗിളും കാണണം, പ്രതിബിംബ സമയം മിറർ ഇമേജ് ടൈമും കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഓക്കെ, ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ പറയൂ. നിങ്ങൾക്കറിയാം, പഠിച്ചതല്ലേ നമ്മൾ. 30H മൈനസ് 11/2 M ആണ് ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ. മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയ്ക്കുള്ള കോണളവ് കാണുന്ന ഇക്വേഷൻ. H മണിക്കൂർ, M മിനിറ്റ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ, 2:30 എന്ന് പറയുമ്പോൾ മണിക്കൂറിൻ്റെ അവിടെ 2, 30 × 2 മൈനസ് 11/2 M ആണ്. മിനിറ്റിൻ്റെ അവിടെ എത്ര സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 30. 30 × 2 60 ആണ്. 60 മൈനസ് 11/2 × 30. ആ 2ഉം 30ഉം കൂടെ നമുക്ക് അങ്ങ് ക്യാൻസൽ ചെയ്യരുതോ? 2ഉം 30ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 15. അപ്പോൾ നമുക്ക് 11 × 15 എന്ന് എഴുതാം. ഓക്കെ ആണോ എൻ്റെ കുട്ടികൾ? അത് എത്രയാണ് വരുന്നത്? 60 മൈനസ് 15 × 11 165 ആണ്. 60 നിന്ന് 165 കുറച്ചാൽ -105 എന്ന് വരും. മോഡുലസ് കിടക്കുന്നുണ്ട്, മൈനസ് എടുക്കണ്ട. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാ? 105 ഡിഗ്രിയാണ് അവർക്കിടയിൽ ഫോം ചെയ്യുന്ന ആംഗിൾ. ക്ലിയർ ആണോ? അത്രയും. ഒരു ചോദ്യം കൂടെ കിടക്കുന്നല്ലോ. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? പ്രതിബിംബ സമയം എത്ര കൂടി ചോദിച്ചിട്ടുണ്ട്. ഈ 2:30യുടെ പ്രതിബിംബ സമയം എത്രയാണ്? പ്രതിബിംബ സമയത്തിൻ്റെ ഒരു ചോദ്യം വന്നാൽ ആദ്യം മനസ്സിൽ ചിന്തിക്കേണ്ട പോയിന്റ്, തന്നിരിക്കുന്ന സമയം 11 മണിക്ക് താഴെയാണോ മുകളിലാണോ എന്ന് ഉറപ്പിക്കുക. 2:30 11 മണിക്ക് താഴെയുള്ളൊരു സമയമാണ്. 11 മണിക്ക് താഴെയുള്ളൊരു സമയമാണെങ്കിൽ എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? 11 മണി 60 മിനിറ്റിൽ നിന്ന് തന്നിരിക്കുന്ന സമയമായ 2:30 കുറച്ച് എഴുതുക. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പോൾ 2:30യുടെ പ്രതിബിംബ സമയം എത്രയാണെന്ന് ചോദിച്ചാൽ 11 നിന്ന് 2 കുറച്ചാൽ 9, 60 നിന്ന് 30 കുറച്ചാൽ 30. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര? 9:30യാണ് 2:30യുടെ പ്രതിബിംബ സമയം. ഈ 2 ക്വസ്റ്റ്യൻസും ഓക്കെ അല്ലേ? അപ്പോൾ ശരി, ഓക്കെ, താങ്ക് യു.